കൊച്ചിയിലെ ലഹരി മരുന്ന് വേട്ടയ്ക്കിടെ പ്രതികൾ തൊണ്ടി മുതൽ നശിപ്പിക്കാൻ ശ്രമിച്ചു. പോലീസ് ലഹരി മരുന്ന് കണ്ടെടുത്തത് തന്ത്രപരമായാണ്. 115 ഗ്രാം MDMA, 35 ഗ്രാം MDMAയുടെ പിൽസ് തുടങ്ങിയവയുമായി യുവതിയടക്കം 4 പേരാണ് പിടിയിലായത്. രാഗിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. രാഗിൻ, ഈ ലഹരി മരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? ഏതരത്തിലാണ് അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് വിശദീകരിക്കുന്നത്? കൊച്ചി എളംകുളത്താണ് വൻ ലഹരിവേട്ട ഉണ്ടായിരിക്കുന്നത്. 4 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഒരു സ്ത്രീയടക്കം 4 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. പോലീസ് അതിന്റെ പ്രൊസീഡിംഗ്സ് അകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തായിരുന്നു ഈ ലഹരി ഇടപാടുകൾ. അത്രയും 20,000 രൂപയാണ് ഈ ഫ്ളാറ്റിന്റെ വാടക. 2 മലപ്പുറം സ്വദേശികൾ, അതോടൊപ്പം തന്നെ 2 കോഴിക്കോട് സ്വദേശികൾ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് ഈ ലഹരി പിടികൂടാൻ വേണ്ടി പോലീസ് ഇവിടെ എത്തിയ ഘട്ടത്തിൽ ഇവരിത് നശിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് ശുചിമുറിയിൽ എറിഞ്ഞ് ഈ ലഹരി നശിപ്പിക്കാൻ ശ്രമിച്ചു. അതിൽ എസ്റ്റസി പിൽസ് ഉണ്ടായിരുന്നു, MDMA ഉണ്ടായിരുന്നു, 2 ഗ്രാം കഞ്ചാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് വളരെ തന്ത്രപരമായിട്ടാണ് ആ ലഹരി വീണ്ടെടുത്തത്. അതോടൊപ്പം തന്നെ ഇവർ പോലീസിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. പോലീസ് എത്തിയ ഘട്ടത്തിൽ ബലപ്രയോഗത്തിലൂടെ ഡോറ് അടയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് അകത്ത് കടന്ന് ഇവരെ പിടികൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. 1.5 ലക്ഷം രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ 4 പേരിൽ 2 പേർ കോഴിക്കോട് സ്വദേശികൾ, 2 പേർ മലപ്പുറം സ്വദേശികൾ. അബു ഷാമിൽ, ദിയ, ഫിജാസ്, ഈ 4 പേരാണ് പിടിയിലായിരിക്കുന്നത്. അവരെ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. എന്തായാലും ഇവർ, ഈ ദിയ എന്ന് പറയുന്നവർ MBA കഴിഞ്ഞ് ജോലി ചെയ്യുന്നവരാണ്. അതോടൊപ്പം തന്നെ മറ്റൊരാൾ അക്കൗണ്ടന്റാണ്. അങ്ങനെ വിദ്യാഭ്യാസം നേടിയവരാണ് ഇത്തരത്തിൽ ഈ ലഹരി ഇടപാടുകളിലേക്ക് തിരിഞ്ഞ് ഈ കാര്യങ്ങൾ നടത്തുന്നത്. കൂടാതെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്കുണ്ടായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇവർ ലഹരി ഉപയോഗിക്കുന്ന വസ്തുക്കൾ കൂടി കണ്ടെടുത്തിട്ടുണ്ട്. കൂടാതെ കഞ്ചാവ് കൃഷി ചെയ്യുന്ന ഉപകരണം അടക്കം കണ്ടെടുത്തിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ലഹരി വിതരണത്തിന്റെയും വ്യാപനത്തിന്റെയും വലിയൊരു ശൃംഖലയിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം.